everyone, very welcome back my YouTube channel. ഇന്നത്തെ വീഡിയോ മോസ്റ്റ്ലി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇന്റർവ്യൂ ഫിയറും അതുപോലെ തന്നെ അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നതും ഇന്റർവ്യൂവിന് കറക്റ്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റാത്തതും അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏഡാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക. ഒരു ഫ്രഷേഴ്സിനെ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു ഫ്രഷേറിനെ നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യാമെന്നും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺ ആയിട്ട് വരുന്ന ഒരു ഫ്രഷർ ഒരു ഇന്റർവ്യൂ ബോർഡിലോട്ട് എത്തുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യാത്ത ആൾക്കാർ വാച്ച് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പാടും, എന്തൊക്കെ പറയാൻ വേണ്ടി പാടില്ല, അതിന്റെ കുറെ എക്സാമ്പിൾസും ഞാൻ 10+ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ വരുന്ന കുറച്ച് ടിപ്സാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യം നമുക്ക് പറയാം. എക്സാമ്പിളായിട്ട് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ ആഡ് ആക്കാം. ഡിസ്ക്രൈബ് യുവർ സെൽഫ് അതിലെന്തൊക്കെ കാര്യങ്ങൾ ആഡ് ആക്കാം. അതുപോലെ തന്നെ അക്കംപ്ലിഷ്മെന്റ്സ്, ഗോൾസ്, കാര്യങ്ങൾ അതിലൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ആക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ തന്നെ മേക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ വെരി വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾ ഒരു ഫ്രഷർ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആണ് കേട്ടോ. കാരണം നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഫ്രഷർ എന്നതല്ല കേട്ടോ. ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഫസ്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ടു സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ടല്ലേ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ പഠിച്ച് നല്ലൊരു കമ്പനിയിലോട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഇന്റർവ്യൂ ബോർഡിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ് ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ പേര്, ഏജ്, സ്കിൽസ്, ജോബിന്റെ നമ്മൾക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് പറയാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ജോബ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാം. ഇത്രയും മതി കറക്റ്റ്. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വേർഡ്സിലായിട്ട് നമ്മൾ പറയുമ്പോൾ മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മലയാളത്തിൽ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് നമ്മൾ മലയാളത്തിലല്ലാതെ നമ്മൾ ഇംഗ്ലീഷിലാക്കി പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഇന്റർവ്യൂ ബോർഡിലോട്ട് പോയാലും നിങ്ങൾക്ക് എന്ത് ചോദിക്കും, ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും അല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇത് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നല്ല രീതിക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് കണ്ടാലും കുഴപ്പമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്രഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് നൽകാവുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ആഡ് ആക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഏജ്, നെയിം, സ്കിൽസ്, ജോബ് ക്വാളിഫിക്കേഷൻ, പാസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളൊരു പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, എന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായോ. കുറച്ച് വേർഡ്സിൽ നമ്മൾ എന്താണോ അത് ഡീറ്റെയിൽ ആയിട്ട് പറയും വേണം, മനസ്സിലായോ. അത് നമുക്ക് ChatGPT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിക്ക് പറയാൻ വേണ്ടി പറ്റും, മനസ്സിലായോ. അപ്പോൾ അതിൽ പറയേണ്ട പോയിന്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ChatGPT ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് ഒന്ന് മേക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങളത് മേക്ക് ചെയ്തെടുത്തിട്ട് അതൊന്ന് സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മിററിൽ നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് എന്താവും, നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. കാണാപ്പാഠം പഠിച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല, മനസ്സിലായോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, പിന്നത്തെ ഒരു കാര്യമാണ് ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും, വീക്ക്നെസ് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളെ കുറിച്ച് ചോദിച്ച കാര്യം തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ക്യാരക്ടർ ക്വാളിറ്റീസ് എന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്യാരക്ടർ ക്വാളിറ്റീസ് പറയാൻ പറ്റും. വീക്ക്നെസ്, സ്ട്രെങ്ത്. വീക്ക്നെസ് പറയുമ്പോൾ നമ്മുടെ വീക്ക്നെസ് പറയാം, നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് പറയാം. സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ജോബിലോട്ട് നമ്മൾ എൻ്റർ ആയിട്ടുണ്ടായിട്ടുള്ള നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക്
ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളൊന്ന് ബോൾഡായിട്ട് നിന്നിട്ടുള്ള കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ സ്ട്രെങ്ത് നമുക്ക് എടുത്ത് പറയാൻ വേണ്ടി പറ്റും. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യമാണ് പറയാം. ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പാടുള്ളത്, എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, മസ്റ്റായിട്ട് അത് വാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ, വാട്ട് ആർ യുവർ ബിഗ്ഗസ്റ്റ് അക്കോംപ്ലിഷ്മെന്റ്സ് ആൻഡ് ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തൊക്കെ ഏടാക്കാന്നറിയോ, നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗോൾസ് ഏടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ അക്കംപ്ലിഷ്മെന്റ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഏടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ലൈഫ് ഗോൾസ് ഏടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏടാക്കാൻ പറ്റും നമ്മുടെ ഡ്രീം ഫ്യൂച്ചർ കാരണം നമുക്ക് ഏടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ എന്ത് ചോദിക്കണം, നിങ്ങൾ ജോബ് ഗോൾസ് മസ്റ്റായിട്ടും പറയണം, ലൈഫ് ഗോൾസ് പറയണം. കാരണം നമ്മൾ ഈ ലൈഫ് ഗോൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇന്റർവ്യൂവർ വിചാരിക്കും നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോളോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം, ജോബും പറയണം, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയണം, ലൈഫ് ഗോൾസ് പറയണം, നമ്മുടെ അക്കോംപ്ലിഷ്മെന്റ്സ് പറയണം. പിന്നെ പറയേണ്ട കാര്യം നമ്മുടെ ഡ്രീമും നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കുന്നു കേട്ടോ. ആഫ്റ്റർ 5 years കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നല്ല രീതിക്ക് പഠിച്ചു വേണ്ടി പോകണം. ഓക്കെ, പിന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെൽ മീ അബൌട്ട് യുവർ പാസ്റ്റ് ജോബ്. അതിൽ നമ്മൾ വർക്ക് പ്ലേസ് പറയണം. വർക്ക് പ്ലേസ് പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഏടാക്കാന്ന് അറിയില്ലേ, ഒരു കമ്പനിയുടെ പേര്, ആ ഒരു കമ്പനി എന്ത് കമ്പനിയാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്തൊരു കമ്പനിയുടെ ഒരു പേര്, അത് RCM കമ്പനി ആയിരുന്നു. അതായത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഒരു കമ്പനി ആയിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനി എന്താണ്, അതിൻ്റെ ഒരു ജോബ് എന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയണം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുന്ന് ലെഫ്റ്റ് ആവാനുള്ള കാരണം, ആ ജോലി ലെഫ്റ്റ് ചെയ്യാൻ അവിടുന്ന് ഒരു റിസൈൻ ഇട്ടിട്ട് വരാനുള്ള കാരണം എന്താന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് ജോബ്, നിങ്ങളിപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണോ, എന്താണോ, ആ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് അതും കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ റിസൈൻ ചെയ്തതിന്റെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പനീനെ കുറിച്ചിട്ട് പാഡായി സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ആ ഒരു കമ്പനി മോശമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സാലറി ഭയങ്കര കുറവാണ്, അങ്ങനെ നെഗറ്റീവായിട്ട് പറയാൻ വേണ്ടി പാടില്ല കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് സാലറി കുറവാണെന്ന് നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ അവർ പറയും ഇവിടെ സാലറി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹൈക്ക് കിട്ടുന്ന ഒരു കമ്പനിയോട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാവില്ല. അപ്പോൾ റിസൈൻ ചെയ്തതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യുക. അതിന് കുറച്ചൊരു പോസിറ്റീവായിട്ടൊരു കാര്യത്തിൽ പറയാം. നിങ്ങൾക്ക് സാലറി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പറയാം, എനിക്ക് സാലറി കുറവായത് കൊണ്ടാണ് റിസൈൻ ചെയ്തത് എന്നതല്ല, നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് ക്രൈസിസിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആവും, എനിക്ക് ഈ ഒരു സ്ട്രഗിൾസിൽ നിന്ന് കുറച്ചും കൂടി നല്ല രീതിക്ക് നിൽക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ല, ഞാനാണ് മൂത്ത ഒരു കുട്ടി, അല്ലെങ്കിൽ എൻ്റെ താഴെ ഒരു അനിയനാണ് വരുന്നത്, അപ്പോൾ ഞാനാണ് ആ ഒരു ഫാമിലീനെ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്രൈസിസും കാര്യങ്ങളുണ്ട്, അപ്പോൾ ബെറ്റർ ആയിട്ടൊരു ജോബ് നോക്കുന്നുണ്ട്, അങ്ങനെ രീതിയിൽ സംസാരിക്കാനും പറ്റും. മനസ്സിലായോ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സാലറി കുറവാണ് അങ്ങനെ പറയരുത്. നമ്മൾ നല്ല രീതിക്ക് ഇത് മെൻഷൻ ചെയ്തിട്ട് കുറച്ചൊരു ഇമോഷണൽ ബാലൻസ് ചെയ്തിട്ടൊക്കെ നമ്മൾ സംസാരിക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് പിന്നെ ചോദിക്കുന്നത്. അത് ഞാൻ പ്രീവിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണാം. പിന്നെ ഫ്രഷേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം 5-6 ജോബിന് അപ്ലൈ ചെയ്യുക. ഇപ്പോഴും ജോബ് കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ജോബ് കിട്ടിയത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 4 ആൾക്കാർക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് ഇൻഫോ പാർക്കിനകത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൽ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഞാൻ കേട്ടോ. നമുക്കത് കേൾക്കുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് ജോബ് കിട്ടുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അതും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ വീഡിയോസ് കാണുന്ന ഫ്രഷേഴ്സിന് എല്ലാവർക്കും ജോബ് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ജോബില്ലാതെ നടക്കുമ്പോഴുള്ളൊരു പ്രശ്നവും കാര്യങ്ങളും നന്നായിട്ട് അറിയാം നമുക്കൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.